എപ്പോഴും മീഡിയക്കാരെ പ്രീണിപ്പിച്ചാലേ കോൺഗ്രസിലുള്ള പ്രത്യേകിച്ച് കോൺഗ്രസിലെ 4 നായന്മാർക്ക് നിലനിൽക്കാൻ പറ്റും. രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും പെൺകുട്ടിയോട് ക്രിമിനലി മോശമായി പെരുമാറിയെങ്കിൽ വി ഡി സതീശനാണോ പരാതി കൊടുക്കുന്നത്? വി ഡി സതീശന് സ്വന്തമായിട്ട് അന്വേഷണം വെക്കാൻ ഉണ്ടോ? നമ്മളൊരു പൊളിറ്റിക്കൽ ഇമേജ് ഉള്ള ഒരാള് എങ്ങനെയായിരിക്കണം എന്ന് നമ്മുടെ സമൂഹത്തിന് ഒരു ധാരണയുണ്ട് ഉണ്ടോ? ഇല്ല. ഇല്ലേ? ഇല്ല. അതെങ്ങനെ അയാളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ഒളിഞ്ഞു മാഡം, ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിലാണോ അശാസ്ത്രീയമായ ഗർഭചിത്രം നടന്നത്? ഹോസ്പിറ്റലിൽ നടക്കുന്ന ഗർഭചിത്രത്തെ നമ്മൾ അശാസ്ത്രീയമായ ഗർഭചിത്രം എന്നാണോ പറയുന്നത്? എന്നിട്ട് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്താണ് മരുന്ന് മേടിച്ചു കൊടുത്തത്. പത്തനംതിട്ടയിലെ യുവ വ്യവസായി കേട്ട് കാണുമല്ലോ. എന്താ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ മരുന്നില്ലേ? പാരസെറ്റാമോൾ ആണോ കഴിക്കുക? എനിക്കറിയില്ല. അദ്ദേഹത്തിന് രാത്രി തലവേദനയായിരിക്കും, അദ്ദേഹത്തിന് രാത്രി ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കഴിച്ചായിരിക്കും. അവിടെയും ആണിനെ ട്രോൾ ചെയ്യാനാണ്. ഒരുപാട് സ്ത്രീകളെ വിളിച്ച് രാഹുലെ ഒറ്റ സെക്കൻഡ്, രാഹുൽ അതിനകത്ത് പറയുന്ന ആദ്യത്തെ സെന്റൻസ് എന്താ? അവൻ ആണും പെണ്ണും കുട്ടിയൊന്നൊന്നുമില്ല, ട്രാൻസ്ജെൻഡറിനെ വരെ അവൻ ചെയ്യുന്നു. മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്ന, മന്ത്രിസഭ പിന്തുണയ്ക്കുന്ന, പോലീസുകാരെ പിന്തുണയ്ക്കുന്ന, 99% മാധ്യമങ്ങളും പിന്തുണയ്ക്കുന്ന ഹണി റോസിന് എന്താണ് ട്രോമ? ഈലൻ സാർ അറിയാമല്ലോ, ദളിത് മറ്റേ പിന്നോക്ക ആ പരിപ്രേക്ഷ്യമുള്ള ആളാണ്. ഞാൻ നേരെ തിരിച്ച് സവർണ ഹിന്ദു രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. വേടൻ റിനി വിമർശനത്തിന് അതീതിയൊന്നുമല്ലല്ലോ, മഹാത്മാഗാന്ധി മദർ തെരേസ ഒന്നുമല്ലല്ലോ. രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ട് സംസാരിച്ച ഒരാളാണ്. കഴിഞ്ഞ ദിവസം ഞാൻ രാഹുൽ ഈശ്വറിന്റെ വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഷോക്ക്. കാരണം എന്താ വെച്ചാൽ സ്വന്തം നെഞ്ചത്തല്ലേ ഇങ്ങനെ അടിക്കുന്നത്? ഇതേപോലെ മുമ്പ് നെഞ്ചത്തടിച്ചതാണ്, എന്റെ നെഞ്ചിൽ ചവിട്ടിയെ അവിടെ യുവതികൾ കയറൂ എന്ന് പറഞ്ഞത്. അത് പറയുന്നത് എന്താ പറയുക, ദൈവം പറയിക്കുന്നതാണ്. ഇപ്പൊ മാഡത്തോട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന പോലെ ഞാൻ ശബരിമല ഇതും കൂടെ കണക്ട് ചെയ്ത് പറയാം. ഏറ്റവും വലിയ ചേഞ്ച് ഉണ്ടാകുന്നത് ഇപ്പോഴും ആൾക്കാരെ ട്രോൾ ചെയ്യുന്ന ഒരു 30 സെക്കൻഡ് തരൂ നെഞ്ചത്തടിച്ച് പറയുന്നത് അത്ര കൺവിക്ഷൻ ഉള്ളത് കൊണ്ടാണ്. എന്താ കൺവിക്ഷൻ? ഒറ്റ കാര്യമുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിനെ 2 തവണയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളൂ. ഒന്ന് മുസ്ലിം ലീഗിന്റെ ചരൽക്കുന്ന് ക്യാമ്പ്, ഒന്ന് ഓർത്തഡോക്സ് സഭയുടെ പരിപാടി. എനിക്ക് രാഹുലിനെ ഇഷ്ടമാണ്. ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ വളരെ വൈബ്രന്റ് ആയ ഒരു ചെറുപ്പക്കാരൻ്റെ രീതിയിലാണ്. സൗഹൃദമൊന്നുമില്ല. ഒറ്റ ചോദ്യമേ ഉള്ളൂ, രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്താ തെളിവ്? ഒറ്റ ചോദ്യമേ ഉള്ളൂ, എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ തെളിവ്? ഈ നിമിഷം ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. പോലീസ് ഇപ്പം കടന്നു വന്ന് എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ടോ? എന്താ ഞാൻ ചെയ്ത തെറ്റ്? റിനിയെ വിമർശിച്ചു. വിമർശിക്കാതിരിക്കാൻ റിനി ആരാണ്? മദർ തെരേസയാണോ? നമ്മുടെ നാട്ടിലെ കേസുകൾ മിസ്യൂസ് ചെയ്യുന്നതിന്റെ എക്സ്ട്രീം എക്സ്റ്റൻറ്റുമാണ്. എല്ലാവർക്കും അറിഞ്ഞു. ഒറ്റ വരി കൂടെ ചോദിക്കാം, എല്ലാവർക്കും അറിഞ്ഞൂടെ സരിത പറഞ്ഞ കള്ളമായിരുന്നു? സരിത പറഞ്ഞത് കള്ളമാണെന്ന് എല്ലാവർക്കും അറിയാഞ്ഞിട്ടും, സരിത കൊടുത്ത 164 കള്ളമാണ്, അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനുള്ള മൊഴി കള്ളമാണെന്ന് അറിഞ്ഞിട്ടും എത്ര വർഷങ്ങൾ ഉമ്മൻചാണ്ടി സാറിനായിട്ട് വേട്ടയാടി. അവസാനം കോടതി ഇത് വ്യാജ പരാതിയാണ് ഇല്ലെന്ന് സരിതയുടെ എല്ലാ പരാതിയും വ്യാജമാണെന്ന് കോടതി പരാതി പറഞ്ഞല്ലോ. ഉമ്മൻചാണ്ടി സാറിന്റെ മാത്രമേ ആണല്ലോ, ഉമ്മൻചാണ്ടി സാറിന് തർക്കമില്ലല്ലോ. നിവിൻ പോളി എന്ന് പറയുന്ന കേരളത്തിലെ അത് നമ്മളെല്ലാവരും അപ്പൊ തന്നെ റിയാക്ഷൻ ഉണ്ടായിരുന്നു നിവിൻ പോളിയുടെ കാര്യത്തിൽ. നിവിൻ പോളി പ്രസ് മീറ്റ് വിളിച്ചുകൊണ്ട് കൂടെയാണ്. അത് പോട്ടെ, എന്റെ ചോദ്യം നിവിൻ പോളി അല്ല. നിവിൻ പോളി കൊച്ചിയിൽ നിൽക്കുമ്പോൾ ദുബായിൽ വെച്ച് ഡിസംബർ 14, 15, 16 തീയതികളിൽ നിന്നെ റേപ്പ് ചെയ്തെന്നൊരു പെൺകുട്ടി പറഞ്ഞ് മുഖ്യധാരാ ചാനലുകളിലെല്ലാം ചർച്ച നടത്തുകയും അതിനുശേഷം ആ സമയത്ത് നിവിൻ പോളി കൊച്ചിയിലായിരുന്നു എന്ന് തെളിയുകയും ഇവിടുത്തെ കൊച്ചിയിലെ പ്രത്യേകിച്ച് വിനീത് ശ്രീനിവാസൻ ഉൾപ്പെടെയുള്ള എല്ലാവരും നൂറുകണക്കിന് ആൾക്കാർ കണ്ടു. വിനീത് ശ്രീനിവാസന്റെ കൂടെയായിരുന്നു തർക്കമില്ല. അതിലൊന്നും ഞാൻ ഇനി ചോദ്യം മാഡത്തോടാണ്, ആ പെൺകുട്ടിയുടെ പേര് കേസെടുക്കാത്തത് നമ്മുടെ സർക്കാർ സംവിധാനത്തിന്റെ പ്രശ്നത്തിന്റെ, നമ്മുടെ നിയമ സംവിധാനത്തിന്റെ പ്രശ്നം. പച്ചക്കള്ളം പച്ചക്ക് പിടിക്കപ്പെട്ടിട്ട് ആ പെൺകുട്ടിയോട് ചോദിച്ചു. ആ സമയത്ത് ഒരു വരി തീർത്തോട്ടെ. പച്ചക്കള്ളം പച്ചക്ക് പിടിക്കപ്പെട്ടിട്ട് ആ പെൺകുട്ടിയോട് വീണ്ടും മീഡിയക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞെന്താ അറിയാമോ? ഞാൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞാണ്. കേട്ട് കാണും ഒരു ക്ഷേലോ, ഞാൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞാണ്. വ്യാജ പരാതി കൊടുത്തു എന്ന് പോലീസ് കണ്ടെത്തി DGPക്ക് റിപ്പോർട്ട് കൊടുത്തു. നിവിൻ പോളി ഓൾറെഡി DGPക്ക് ഒരു പരാതി കൊടുത്ത ശ്രദ്ധിച്ചു കാണുമല്ലോ. ഒരു സെക്കൻഡ്, ആ പെൺകുട്ടിക്കെതിരെ ഒരു FIR ഇടാത്തത് എന്താ? നിവിൻ പോളിയുടെ കാര്യത്തിൽ അത് കൃത്യമായിട്ട് നമ്മൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ നിവിൻ പോളിക്ക് അനുകൂലമായിട്ട് അത് മാധ്യമങ്ങളുടെ അല്ല, ഞാൻ ചോദിച്ചത് എന്തായിരിക്കും മാഡം പറയൂ. ഒരുപാട് കാലം മാധ്യമപ്രവർത്തകർ അത് നിയമ സംവിധാനത്തിലാണ് അത് ചെയ്യേണ്ടത്. എന്തായിരിക്കും? രാഹുൽ ഒരു
വക്കീലല്ലേ, രാഹുലിന് അറിയാലോ എന്തുകൊണ്ടാണ് അത് ചെയ്യാൻ. എന്തുകൊണ്ടാണ് ഇടാത്തെന്ന് എനിക്കറിയാം. കാരണം അങ്ങനെ സ്ത്രീക്കെതിരെ മൂവ് ചെയ്യാൻ ഇവിടുത്തെ പോലീസുകാരന് മുട്ടിടിക്കും. അതായത് ഇങ്ങനെ എന്നുള്ള കാര്യങ്ങളിൽ ഈ ഫെമിനിസ്റ്റ്, ഈ അല്ലെങ്കിൽ നല്ല ഫെമിനിസ്റ്റ് അല്ല, തീവ്ര ഫെമിനിസ്റ്റ് എക്കോസിസ്റ്റം ഇവർ ഇങ്ങനെ പറയുകയാണെങ്കിൽ ഇവർക്കെതിരെ മിണ്ടാൻ നമ്മുടെ പോലീസിന് മടിയാകും. ഇനി ഒറ്റ ചോദ്യത്തിലൂ കാൽസ്യ മാഡത്തിന്റെ ചോദ്യത്തിലേക്ക് വരാം. കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി സാറിന് നീതി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ, സിനിമാ താരങ്ങൾ, സൂപ്പർ താരങ്ങളുടെ തൊട്ട് താഴെ ലെവലിൽ നിൽക്കുന്ന നിവിൻ പോളിക്ക് നീതി കിട്ടിയില്ലെങ്കിൽ, ഞാൻ അടക്കമുള്ള സാധാരണ ആണുങ്ങൾക്ക് എന്ത് നീതിയാണ് കിട്ടാൻ പോകുന്നത്? രാഹുൽ പറയുന്ന വിഷയങ്ങളെല്ലാം ഞാൻ സമ്മതിച്ചു തരാം. പക്ഷെ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിലെ വിഷയത്തിൽ ഒരാളല്ല പരാതിക്കാരൻ. എത്ര പേരാണ്? എത്ര പേരുണ്ട്? എത്ര പേര് വന്നു? പരാതിയായിട്ട് രജിസ്റ്റർ ചെയ്ത് വന്നിട്ടില്ല. പക്ഷെ ആരോപണങ്ങൾ ഇപ്പോൾ ഒരു MLA സ്ഥാനത്തിൽ ഇരിക്കുന്ന ഒരാൾക്കെതിരെ ഒരു കണക്ക് പറയട്ടെ. കൃത്യം പറഞ്ഞ കണക്ക് മാത്രമല്ല FIR. ഞാൻ പറയട്ടെ, ഇപ്പൊ നമ്മളൊരു പൊളിറ്റിക്കൽ ഇമേജ് ഉള്ള ഒരാള് എങ്ങനെയായിരിക്കണം എന്ന് നമ്മുടെ സമൂഹത്തിന് ഒരു ധാരണയുണ്ട്, ഉണ്ടോ? ഇല്ലേ? ഇല്ല. അയാളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് ജീവിതം ബാധകമാണ് രാഹുലെ. കാരണം എന്താന്ന് വെച്ചാൽ ഒരാളുടെ ഐഡിയൽ ഫിഗർ ആയിട്ടാണ് ജനങ്ങൾ. ഇവരാരും മഹാത്മാഗാന്ധി ശ്രീരാമനുമാണെന്ന് നമ്മൾ കരുതുന്നില്ല. മഹാത്മാഗാന്ധി മാത്രമല്ല, ഒരു ഐഡിയൽ ഫിഗർ ആയിട്ടാണ് ജനപ്രതിനിധികളെ ജനം കാണുന്നത്. പറഞ്ഞു ഇവർക്ക് വ്യക്തിപരമായ ജീവിതമില്ലേ, ഇവർക്ക് സ്വകാര്യതയില്ലേ? വ്യക്തിപരവും സ്വകാര്യതയും ഒക്കെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ചില സ്വയം മര്യാദകളുണ്ട്. അതറിയാലോ രാഹുലിന്. ഒരു വ്യക്തി എന്ന നിലയിൽ പാലിക്കേണ്ട മര്യാദ അറിയാലോ. എങ്ങനെയാണ് നമ്മൾ ആ ലംഘനം ഉണ്ടാവുന്നത്? പല ആളുകൾ പല രീതിയിൽ പരാതി. എത്ര പേര് എണ്ണി കോൺഗ്രസിനുള്ളിൽ നിന്ന് പരാതി വന്നില്ലേ രാഹുലെ? PD സതീഷിന് പരാതി വന്നില്ലേ രാഹുലെ? ഇനി ഓരോന്നായിട്ട് എടുക്കാമേ. കൃത്യം പറഞ്ഞാൽ പോലീസിന് 10 പരാതികൾ പോയി. ഓർമ്മയുണ്ടായിരിക്കും. അറിയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നും. ആ 10ൽ 5 പരാതി രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമാണ്. എന്റെ FIR കോപ്പി ഇടപെടും. ഞാൻ കൂടുതലൊന്നും റിപ്പോർട്ട് കാണിക്കാം. ഈ 10ൽ 5 പരാതി എന്താണെന്നറിയാമോ? രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ യുവ നേതാവിന്റെ ജീവിതം തകർക്കാൻ ശ്രമിക്കുന്നു, അതിനെതിരെ പോലീസ് അന്വേഷണം വേണമെന്നാണ്. 10ൽ 5 പോയേ തീർന്നില്ല. ഇനി 2. ആദ്യം പറഞ്ഞു ഒരു പെൺകുട്ടിയാണ് പ്രഗ്നന്റ് ആയെന്ന്, അവരുടെ വോയിസ് ആണ് വന്നത്. രണ്ടാമത് പറഞ്ഞു 2 പേരായി. ഇനി അടുത്തതാണ് ഏറ്റവും വലിയ രസകരമായ കാര്യം. അശാസ്ത്രീയമായ ഗർഭഛിദ്രം കാരണം ഞങ്ങളെല്ലാം അത് വിശ്വസിച്ചാണ്, നമ്മൾ വിശ്വസിച്ച അവൾ വേദന അനുഭവിക്കുന്നു എന്ന് പറഞ്ഞു. മാഡം, ബാംഗ്ലൂരിലെ ഹോസ്പിറ്റലിലാണോ അശാസ്ത്രീയമായ ഗർഭഛിദ്രം നടന്നത്? ഹോസ്പിറ്റലിൽ നടക്കുന്ന ഗർഭഛിദ്രത്തെ നമ്മൾ അശാസ്ത്രീയമായ ഗർഭഛിദ്രം എന്നാണോ പറയുന്നത്? എന്നിട്ട് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സുഹൃത്താണ് മരുന്ന് മേടിച്ചു കൊടുത്തത്. പത്തനംതിട്ടയിലെ യുവ വ്യവസായി കേട്ട് കാണുമല്ലോ. എന്താ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ മരുന്നില്ലേ? ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ മരുന്നില്ലേ? കേരളത്തിലെ പത്തനംതിട്ടയിലെ യുവ വ്യവസായി വേണോ ബാംഗ്ലൂരിലെ ആശുപത്രിയിൽ ഗർഭഛിദ്രത്തിന് മരുന്ന് മേടിച്ചു കൊടുക്കാൻ? അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലും ഏതോ ഒരു പെൺകുട്ടിയും തമ്മിലുള്ള കോൺവെർസേഷൻ ഉണ്ടായി. ഒരു തർക്കവുമില്ല. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, എനിക്ക് മാഡത്തോട് യോജിപ്പുള്ളൊരു കാര്യം പറയാം. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് തുറന്നടിച്ച് തെറ്റുകൾ പറ്റിയിട്ടുണ്ടെങ്കിൽ തെറ്റും ശരികളുണ്ടെങ്കിൽ ശരിയും പറയാൻ തന്നെ മുമ്പോട്ട് വരണം. എനിക്കതിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ മാത്രമേ രാഹുലിനൊരു സ്ട്രോങ്ങർ തിരിച്ചുവരവ് ഉണ്ടാവുള്ളൂ. എനിക്ക് ഒരു കുട്ടിയോട് രാഹുൽ പറഞ്ഞിട്ടുണ്ട് എന്നോട്, എനിക്കത് പറയാൻ പറ്റൂല. അതുകൊണ്ടാണ് എൻ്റെ രാഹുലുമായിട്ട് സംസാരിച്ചിരുന്നു. എന്നോട് പ്രത്യേകിച്ച് യാതൊരു വ്യക്തിപരമായ സൗഹൃദമൊന്നും ഇല്ല കേട്ടോ. അറിയാം, ഡിസ്റ്റൻസിൽ ഈ രീതിയിൽ ഞാൻ വളരെ അഗ്രസീവായി അദ്ദേഹത്തെ ഡിഫെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ പുരുഷന്മാരെ ഡിഫെൻഡ് ചെയ്ത കണ്ട് ഞങ്ങൾ ഞാൻ അതിന്റെ ഒരു വീഡിയോയും ചെയ്തിരുന്നു. പിന്നീട് ഞാൻ പിൻവലിച്ചു. രാഹുലിനോട് ഈ വിഷയത്തിന് അതുകൊണ്ടാണ് ഞാൻ സംസാരിച്ച കാര്യം ഓൾറെഡി വീഡിയോ ആയിട്ട് ചെയ്തു, അത് ഓഡിയോ ആയിട്ട് കൊടുത്തു. ഞാനത് പിൻവലിച്ചതിന്റെ കാര്യം അദ്ദേഹത്തിന്റെ സ്വകാര്യത ലംഘിക്കേണ്ട, അത് അദ്ദേഹമായിട്ട് മുമ്പോട്ട് പറയണം. അതുകൊണ്ടാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചത്. ഞാൻ അത് പറയുകയും ചെയ്തു. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സ്വകാര്യത. അദ്ദേഹം പറയും, ഇന്നല്ലെങ്കിൽ നാളെ എന്തെങ്കിലും പറയും. അദ്ദേഹം അനുഭവിച്ച വേദനയും വിഷമവും ബുദ്ധിമുട്ടും ഒക്കെ പുള്ളി തന്നെ ലോകത്തോട് പറയും. അത് ലോകം അറിയണമെന്ന് വിചാരിച്ചാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ പുള്ളിക്ക് അത് കേൾക്കുമ്പോൾ പോലും ട്രോമയാണ്. പലപ്പോഴും സ്ത്രീകളും പൊതുസമൂഹവും മനസ്സിലാക്കാത്തത് സ്ത്രീകളുടെ കുത്തകയൊന്നുമല്ല ട്രോമ. ആണിനും ട്രോമയും വേദനയും. പാരസെറ്റമോൾ ആണോ കഴിക്കുക? എനിക്കറിയില്ല. അദ്ദേഹത്തിന് രാത്രി തലവേദനയായിരിക്കും, അദ്ദേഹത്തിന് രാത്രി ഉറങ്ങാൻ പറ്റാത്തതുകൊണ്ട് കഴിച്ചായിരിക്കും. അവിടെയും ആണിനെ ട്രോൾ ചെയ്യാനാണ്. പക്ഷെ ഞാൻ അടക്കമുള്ള ഏതെങ്കിലും പുരുഷന്മാർ ആ ഗർഭഛിദ്രം നടത്തിയെന്ന് പറഞ്ഞാൽ സ്ത്രീയെ മോശം പറഞ്ഞാൽ കേട്ടോ, നമ്മളെല്ലാം പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ കൂടെയാണ്. പക്ഷേ നിങ്ങളൊരു പരാതി നൽകണം. ആ പരാതി നൽകാതെ മുമ്പോട്ട് പോകുന്നതിൽ അർത്ഥമില്ല. എങ്ങനെ നമ്മളിത് കണ്ടെത്തും? ഇനി രാഹുലിൻ്റെ ആ സ്പീച്ച് അല്ലെങ്കിൽ അവരുടെ സംസാരം എടുത്തു നോക്കിയാൽ ഞാൻ ഈ കുട്ടിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാമെന്ന് രാഹുൽ പറയുന്നുണ്ട്. അപ്പോൾ ആ പെൺകുട്ടി പറയുന്നു, താൻ അങ്ങനെയൊന്നും ഏറ്റെടുക്കണ്ട, ഞാൻ സ്വന്തമായിട്ട് വളർത്തിക്കോളാം. നമ്മളെല്ലാം കേട്ട കോൺവെർസേഷൻ കാര്യമായിരിക്കും. അവരുടെ വ്യക്തി ജീവിതത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്യാത്തിടത്തോളം രാഹുൽ
രാഹുൽ മാങ്കൂട്ടത്തിൽ ബലാത്കാരം ചെയ്യാത്തിടത്തോളം ആ പെൺകുട്ടിയും രാഹുലും കൺസെന്റോടുകൂടി ഫിസിക്കൽ റിലേഷൻഷിപ്പിലേക്കാണ് പോയതെങ്കിൽ നമുക്കതിൽ ഇടപെടാനുള്ള സ്കോപ്പ് ഒന്നുമില്ല. കാരണം ഇന്ത്യൻ ഭരണഘടന സ്വകാര്യത ഉറപ്പുവരുത്തുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിൽ ഒന്നാണ് നമ്മുടെ പ്രൈവസി. ഞാനൊരു വീഡിയോ രാഹുലിനെ ഒറ്റ സെക്കൻഡ്. ഈ കാര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന് രണ്ട് തെറ്റ് പറ്റി. ഒന്ന്, രാഹുൽ മാങ്കൂട്ടത്തിന് വ്യാപകമായി പഞ്ചായത്തിക്കുന്നു എന്നൊരു ആരോപണമുണ്ട്. അത് ശരിയാണെന്ന് തോന്നുന്നു. ഒരുപാട് സ്ത്രീകൾ രാഹുൽ മാങ്കൂട്ടൻ ഒരുപാട് സ്ത്രീകളെ വിളിച്ച് രാഹുലെ ഒറ്റ സെക്കൻഡ്. രാഹുൽ അതിനകത്ത് പറയുന്ന ആദ്യത്തെ സെന്റൻസ് എന്താ? രാഹുൽ അതിനകത്ത് പറയുന്ന വേർഡാണ് ഞാൻ ചോദിക്കുന്നത്. ഒരുപാട് സ്ത്രീകളെ വിളിച്ചുകൊണ്ട് എന്ത് പഞ്ചാര അടിക്കുന്നു എന്ന് രാഹുൽ ഈശ്വർ ആ വീഡിയോയിൽ പറയുന്ന അതാണല്ലോ. അല്ല, അതിനിടയ്ക്ക് ഒരു വാക്ക് മാഡം വിട്ടുപോയി, ഒന്നുകൂടെ കേൾക്കാമോ? എന്ന ആരോപണമുണ്ട്. എന്നിട്ട് എന്താ അടുത്ത പറയുന്നത്? അത് ശരിയാണെന്ന് തോന്നുന്നു. അത് ശരിയാണെന്ന് തോന്നുന്നു. അത് ശരിയാണെങ്കിൽ പിന്നെ എങ്ങനെ രാഹുൽ ഇത്രയും നേരം പഞ്ചാര അടിക്കുന്നതും ഒരു ആൾക്കാരോട് സ്ത്രീകളോട് അതിക്രമം ചെയ്യുന്ന ഒന്നാണോ? അല്ല, പഞ്ചാര അടി ഇന്ത്യൻ ശിക്ഷ ഏത് ശിക്ഷാ നിയമപ്രകാരമാണ് ക്രിമിനൽ ഒഫൻസ് ആവുന്നത്? പഞ്ചാര അടിക്കുന്നത് ഒരിക്കലും ശിക്ഷ ആയിരിക്കത്തില്ല. ഇന്ത്യൻ പീനൽ കോഡിൽ അത് വരുന്നതും ഉണ്ടാവില്ല. ഒരാളുടെ കൺസെന്റ് വാങ്ങുന്നതിന് പല തരത്തിലുള്ള ഒരു നമ്മുടെ ഇന്ത്യൻ നിയമത്തിന് എന്തിനാണ് സ്ത്രീകൾക്ക് സംരക്ഷണം ആ രീതിയിൽ കൊടുത്തിരിക്കുന്നത് രാഹുൽ? എന്തിനാണ് ഒരു സ്ത്രീ ചില സമയങ്ങളിൽ കൺസെന്റ് കൊടുക്കുന്നതിനകത്ത് കൺസെന്റ് ഒരുപാട് തരത്തിൽ നിയമത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട് അല്ലെ? രാഹുലിന് അറിയാലോ, പലതരത്തിൽ കൺസെന്റിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. എല്ലാ സ്ഥലത്തും സ്ത്രീ അറിഞ്ഞുകൊണ്ട് കൺസെന്റ് കൊടുക്കുന്ന സ്ഥലമല്ല. ഈ 18 വയസ്സ് കഴിഞ്ഞ് ഒരു സ്ത്രീ കൊടുക്കുന്ന കൺസെന്റ് അറിഞ്ഞുകൊണ്ടാണോ അറിഞ്ഞുകൊണ്ടല്ലയോ എന്ന് അപ്പുറത്ത് നിൽക്കുന്ന പുരുഷൻ എങ്ങനെ അറിയും? ആലോചിച്ച് നോക്കുക. അതായത് ആ പെൺകുട്ടിയെ മോശമാക്കാനല്ല, ഏത് പെൺകുട്ടിയെ മോശമാക്കാനല്ല, രാഹുൽ മാങ്കൂട്ടത്തിൽ എ എന്നൊരു പെൺകുട്ടിയോട് പഞ്ചാര അടിച്ചു എന്നിരിക്കട്ടെ. എയുടെ കൺസെന്റോട് കൂടിയാണ് അടിച്ചതെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ സെക്കൻഡ് ഗസ് ചെയ്യും? അവൾക്ക് കൺസെന്റ് ഇല്ലായിരുന്നു, അവൾ കൺസെന്റ് ഇല്ലാതെ എന്നോട് പഞ്ചാര അടിച്ചതാണ്. അവൾ പഞ്ചാര അടിക്കുമ്പോൾ കൺസെന്റ് അല്ലെങ്കിൽ പഞ്ചാര തിരിച്ചടിക്കുകയാണെങ്കിൽ കൺസെന്റ് ഉണ്ട് എന്നുള്ള ഇംപ്ലിക്കേഷൻ അല്ലേ അത് വരിക? ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി പ്രഗ്നന്റ് ആയി എന്ന് പറയുന്ന കുട്ടി, ആ പ്രഗ്നന്റ് ആയി എന്ന് പറയുന്ന കുട്ടിയെ റേപ്പ് ചെയ്യുകയോ കോഴ്സ് ചെയ്യുകയോ മയക്കുമരുന്ന് കലക്കി കൊടുക്കുകയോ ചെയ്തു എന്ന് ആർക്കും അഭിപ്രായമില്ലല്ലോ. പരസ്പരം കൺസെന്റോടുകൂടിയല്ലേ പോയത്. രണ്ടുപേർക്കും അതിന് ഉത്തരവാദിത്വമില്ലേ? അതാണ് സീമാജി നായർ അടക്കമുള്ളവർ സൂചിപ്പിച്ചത്. എന്തുകൊണ്ടാണ് അതാരും പറയാത്തത്? ആ പെൺകുട്ടിയെ ദുരന്ത നായികയും രാഹുൽ മാങ്കൂട്ടത്തിലെ ബാലങ്കേ നായരും ഉമ്മറുമായി, അവരൊക്കെ മഹാന്മാരായ നടന്മാരാണ്, മറ്റേ സിനിമ പ്രസോണ വെച്ച് പറഞ്ഞാണ്, ബാലങ്കേ നായരും ഉമ്മറുമായിട്ട് പറയുന്നതിന് എന്താ അർത്ഥമുള്ളൂ? രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത ഒരു ക്രിമിനൽ കുറ്റം പറയുക ഇല്ലെന്നുള്ളതിന്റെ തെളിവ് ഞാൻ പറയാം. ഇന്നലെ റിനിയുടെ പരാതിയിൽ കേസെടുക്കാൻ പറ്റില്ലെന്ന് പോലീസ് പറയുകയും റിനിയെ സാക്ഷിയാക്കി മാറ്റുകയും ചെയ്തു. ലോക ചരിത്രത്തിൽ കേസില്ലാതെ പരാതിയില്ലാതെ കേസില്ലാതെ എനിക്ക് പരാതിപ്പെടാൻ താല്പര്യമില്ല. പിന്നെ എങ്ങനെ സാക്ഷിയായി? എന്തോന്നിന്റെ സാക്ഷിയായി? എപ്പോഴെങ്കിലും നിങ്ങൾ മീഡിയക്കാർ ചോദിക്കണ്ടേ? അതായത് റിനിക്ക് പരാതിയില്ല, റിനിക്ക് കേസില്ല, പിന്നെ എന്തിന്റെ സാക്ഷി റിനിയായി? കാലത്തിന്റെ സാക്ഷിയോ? അതോ പഴയ നമ്മുടെ കൈരളി TV പരിപാടിയിലെ സാക്ഷിയോ? നമ്മുടെ നാട്ടിൽ നടക്കുന്ന ക്രൂരമായ തട്ടിപ്പുകളാണ്. വെറുതെ മാഡം ഒന്ന് ആലോചിച്ച് നോക്കുക. എത്ര വീഡിയോ ചാറ്റുകൾ പുറത്തു വന്നു. നിങ്ങൾക്ക് മാഡത്തിനല്ല, നിങ്ങൾക്ക് എന്താക്കണം? അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ A എന്നോ B എന്നോ Z എന്നോ പറഞ്ഞിരുന്ന പെൺകുട്ടിയോടുകൂടി കൺസെന്റോടുകൂടി സംസാരിച്ചു. നാട്ടിലുള്ള ആൾക്കാരോടെല്ലാം ഒരു എല്ലാരോടാണെന്ന് നമുക്ക് അറിയില്ല. ഏതെങ്കിലും ഒരു പെൺകുട്ടി ആയിരിക്കും. പെൺകുട്ടിയുടെ ആരോടാണെന്ന് നമുക്ക് അറിയില്ല. കാര്യം മറുഭാഗത്ത് നിൽക്കുന്ന പെൺകുട്ടി ആരാ നമുക്ക് ഇതുവരെ അറിയില്ല. ചില ഊഹാപോഹങ്ങൾ പലർക്കും ഉണ്ട്, അതിനപ്പുറം അറിയില്ല. എൻ്റെ ഏക ചോദ്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തതായി ഇതുവരെ തെളിവുണ്ടോ? ഇല്ലെന്നുള്ളതിൻ്റെ തെളിവാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ റിനി കൊടുത്തത് നിയമോപദേശം ലഭിച്ചു, പരാതിയാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞത്. പോലീസുകാർക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിനോട് യാതൊരു മമതയും ഇല്ലാത്ത, രാഹുലിനെ കടിച്ചു കയറാൻ നിൽക്കുന്ന, ആലങ്കാരികമായി കടിച്ചു കയറാൻ നിൽക്കുന്ന CPM ഗവൺമെന്റ് ഭരിക്കുന്ന പോലീസിന് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു FIR ഇടാനുള്ള സാധനം ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരു FIR ഇടാനുള്ള എലിമെന്റ് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ട് റിനിയുടെ പരാതി നിലനിൽക്കാത്തത് കൊണ്ട് റിനിയെ സാക്ഷിയാക്കുമെന്ന്. പരാതിയില്ല, കേസില്ല, സാക്ഷി മാത്രം. ആരെയെ പറ്റിക്കുകയാണ് നമ്മൾ? ആരെയാണ് നമ്മൾ പറ്റിക്കുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കുക. യഥാർത്ഥത്തിൽ റിനിക്കെതിരെ 248 പ്രകാരം വ്യാജ പരാതിയാണ് എടുക്കേണ്ടത്. ഞാൻ കൊടുത്തിട്ടുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ എടുപ്പിക്കും. കാലം കുറേ എടുപ്പിക്കാൻ. പക്ഷേ IPC 211 ഇതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ വെറുതെ വീട്ടിൽ ഇരുന്ന് മെയിൽ അയച്ച് ആരെയും കൊടുക്കാം. ദിലീപിന്റെ കേസിന്റെ വിധി ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം വരും. ഇതുപോലത്തെ എത്ര കേസുകൾ, ശ്രീ വിജയബാബുവിന്റെ കേസ്, ശ്രീ വിജയബാബു ജോർജിയെ ചെന്നിട്ട് എന്നെ വിളിച്ചു.
ശ്രീ വിജയബാബു അവിടെ ഇന്ത്യയായിട്ട് എക്സ്ട്രഡിഷൻ ട്രീറ്റി ഇല്ലാത്ത ജോർജിയെ പോയിട്ട് എന്നെ വിളിച്ചു. അദ്ദേഹം ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞാൽ ശരിയായില്ല, അത് ഞാൻ തന്നെ പറഞ്ഞു അദ്ദേഹത്തോട് ഡിലീറ്റ് ചെയ്യണം. നമ്മൾ നിയമത്തിനുള്ളിൽ നിന്നേ ഈ തെറ്റായ പ്രവണതകൾക്കെതിരെ പോരാടാവൂ. ഇവർ തമ്മിലൊരു ബന്ധം ഉണ്ടായിരുന്നു, എല്ലാവർക്കും അറിയാം. ആ ബന്ധം തെറ്റി. അതിനുശേഷം റേപ്പ് എന്ന് പറയുന്നത് എന്താ? ഒരു സെക്കൻഡ്, രാഹുൽ മാങ്കൂട്ടത്തിനെ ഒരു തരത്തിലും കോൺഗ്രസ് അനുകൂലിക്കാത്ത ഒരു സാഹചര്യത്തിൽ, കോൺഗ്രസ് ചേർത്ത് നിർത്താത്ത ഒരു സാഹചര്യത്തിൽ രാഹുൽ മാത്രം എന്താ കാര്യം? എനിക്ക് രാഷ്ട്രീയമില്ല. കോൺഗ്രസ്സുകാരൻ രാഷ്ട്രീയക്കാരെയും മീഡിയക്കാരെയും പേടിയാണ്. അതായത് കോൺഗ്രസിന് ഒരു കേഡർ സ്വഭാവമൊന്നുമില്ല. BJP ക്ക് RSS എന്ന് പറയുന്ന പോലെയും CPM അല്ലെങ്കിൽ കേഡർ സ്വഭാവമൊന്നുമില്ല. അപ്പം കോൺഗ്രസ്സുകാർക്ക് എപ്പോഴും മീഡിയക്കാരുടെ പ്രീതി പിടിച്ചാലേ അവർക്ക് നിലനിൽക്കാൻ പറ്റും. കാര്യം കോൺഗ്രസിന് സ്വന്തമായിട്ട് അങ്ങനെ നേതാക്കളുടെ പാർട്ടിയാണ്, എല്ലാവർക്കും അറിയാമല്ലോ. ഞാൻ കോൺഗ്രസിനെ അടുത്ത തവണ കോൺഗ്രസ് ഭരണത്തിൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പറയുന്നതിൽ എനിക്ക് മടിയൊന്നുമില്ല. കേരളത്തിൽ കോൺഗ്രസ് തിരിച്ചു വരണം, അതാണ് കേരളത്തിലെ ഒരു ഡെമോക്രാറ്റിക് സെറ്റപ്പിന് നല്ലത്. അങ്ങനെ വിശ്വസിക്കുന്ന നല്ല ലെഫ്റ്റിലെയും CPM-നോട് ഇഷ്ടമുള്ള ആൾക്കാർ വരെയുണ്ട്. അങ്ങനെ കോൺഗ്രസ് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ കോൺഗ്രസിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നേതാക്കളുടെ പാർട്ടിയാണ്. എപ്പോഴും മീഡിയക്കാരെ പ്രീണിപ്പിച്ചാലേ കോൺഗ്രസിലുള്ള, പ്രത്യേകിച്ച് കോൺഗ്രസിലെ 4 നായന്മാർക്ക് നിലനിൽക്കാൻ പറ്റും. അതായത് ആൾക്കാരുടെ പേര് പറയുന്നില്ല. അപ്പോൾ ഇവർക്ക് എപ്പോഴും മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് പഞ്ച് ഡയലോഗ് അടിച്ചാൽ മാത്രമേ ഇങ്ങനെ നിൽക്കാൻ പറ്റൂ. പക്ഷെ ഒരു കാര്യം ഓർക്കണം, മാനത്തിന് അറിയായിരിക്കും, രാഹുൽ മാങ്കൂട്ടത്തിലെ ഒരു ശനിയാഴ്ച MLA സ്ഥാനം 4 മണിക്ക് രാജിവെക്കുമെന്ന് മീഡിയക്കാരെ എല്ലാം വിളിച്ച് പറഞ്ഞാണ്. ഓർമ്മയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് MLA സ്ഥാനം രാജിവെക്കും എന്ന് വിളിച്ച് പറയിപ്പിച്ചാണ്. ഈ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ശക്തമായ പ്രതിരോധം കാരണമാണ് അതിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വന്നത്. കാര്യം ആൾക്കാർ മത്സരിച്ച് കോൺഗ്രസ്സുകാരെ വിളിച്ച്, എനിക്ക് എന്റെയും പലരുടെയും ഫോൺ റെക്കോർഡ് അത്യാവശ്യം വലിയ സീരിയസ് റെക്കോർഡ് ഇട്ടുണ്ട്. അടുത്ത തവണ നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യില്ല, നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കില്ല എന്നൊക്കെ പറഞ്ഞാണ് അവസാനം MLA സ്ഥാനം രാജിവെക്കണ്ട, നമുക്ക് മറ്റേ സസ്പെൻഷനിൽ ഒതുക്കാന്ന് പറഞ്ഞത്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരാൻ കാരണം ആരാണ്? ഞങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടം അല്ലെങ്കിൽ എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രത്യേകമായി യാതൊരു മമതയില്ല. പക്ഷേ ഈ നാട്ടിൽ കണ്ണിന്റെ മുമ്പിൽ ഒരു അനീതി നടക്കുകയാണ്. ആ കണ്ണിന്റെ മുമ്പിൽ അനീതി നടക്കുന്ന കാണുമ്പോൾ പരാതി പോലും ഇല്ലാതെ ഞങ്ങൾ പുറത്താക്കി എന്ന് പറയുന്നത് എന്തൊരു അന്യായമാണ്. ആലോചിച്ച് നോക്കൂ. പരാതി പോലും വേണ്ട, അതാണ് ഉറുമീസ് എന്ന് പഞ്ച് ഡയലോഗ് അടിക്കുന്നത്. ഒരു ജനപ്രതിനിധിയായിട്ട് നിൽക്കുമ്പോൾ, ഒരു പൊസിഷനിൽ നിൽക്കുന്ന ഒരാൾക്കെതിരെ ഒരു ആരോപണം വന്നു എന്ന് വിചാരിക്കാം. ആരോപണം വരുന്ന സമയത്തിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു മാന്യമായ രീതി, അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അതിന് ആ കേസിന് ഇപ്പൊ നമ്മളൊരു ഒരു സ്ഥാനത്തെ അലങ്കരിക്കുന്ന സമയത്ത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് ആരോപണം ശരിയാണോ പിന്നെ സമയമുണ്ടല്ലോ. അങ്ങനെ ഏതെങ്കിലും കേസ് എന്തെങ്കിലും തീർന്നിട്ടുണ്ടോ? ഒറ്റ ചോദ്യം, അങ്ങനെ ഏതെങ്കിലും കേസ് എന്തെങ്കിലും തീർന്നിട്ടുണ്ടോ? ഞാൻ മീഡിയയുടെ എക്സാമ്പിൾ പറയാം. അതൊരു ജനപ്രതിനിധി എന്നുള്ള ഉത്തരവാദിത്തം അല്ല മാഡം, അല്ല, അത് കപട സദാചാരവാദമാണ്. അല്ല, അത് കപട സദാചാരവാദം. രാഹുൽ എപ്പോഴും ചെയ്യുന്നത് നിയമവ്യവസ്ഥയുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിന് പകരം രാഹുൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന സ്ത്രീയാണെന്നുണ്ടെങ്കിൽ രാഹുൽ വേട്ടക്കാരനൊപ്പം. ആരാ വേട്ടക്കാരൻ തീരുമാനിക്കുന്നത്? കോടതിയല്ലേ. ഇനി ലീഗൽ ഭാഷയിൽ, ടെക്നിക്കൽ പറയാം, ലീഗൽ ഭാഷയിൽ പരാതി കൊടുക്കുന്ന സ്ത്രീ കംപ്ലൈന്റന്റ് ആണ്, ഇരയല്ല. അപ്പുറത്ത് നിൽക്കുന്ന ആള് അക്യൂസ്ഡ് ആണ്, അല്ലാതെ വേട്ടക്കാരനല്ല. ഞാനപ്പം പറയാറുണ്ട്, അങ്ങനെ വേണ്ട. സ്ത്രീപക്ഷമായിട്ട് പരാതി കൊടുത്താൽ പെൺകുട്ടിയെ ഇരാന്ന് വിളിച്ചോളൂ, പക്ഷെ ആണിനെ വേട്ടക്കാരൻ എന്ന് വിളിക്കാതിരുന്നാൽ മതി. ഇപ്പൊ നിവിൻ പോളി വേട്ടക്കാരനാണോ? അല്ല. വിജയബാബു വേട്ടക്കാരനാണോ? അല്ല. പിന്നെ ആരാ ഈ അടുത്തിടെ ഈ എൽദോസ് കുന്നപ്പള്ളി, നമ്മുടെ കോൺഗ്രസിലെ MLA ഉണ്ട്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ വ്യാജ പരാതി കൊടുത്ത പെൺകുട്ടി 49 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണെന്ന് ഹൈക്കോടതി ഞെട്ടൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ട്രോമയുടെ ഒരു കാര്യം കൂടെ പറയാം. ഇത് പറയരുതെന്ന് മുമ്പ് ഒരാളിനോട് പറഞ്ഞാണ്, പേരും കൂടെ പറഞ്ഞു പറയാം. ഞാൻ എല്ലാ വേദിയിലും പോകുമ്പോൾ പോരാടി ജയിച്ച നിവിൻ പോളിയെയും വിജയബാബുവിനെ കുറിച്ച് പറയും. ഒരിക്കൽ വിജയബാബു എന്നെ ഫോൺ വിളിച്ചു, എന്നിട്ട് പറഞ്ഞു, രാഹുൽ എൻ്റെ പേരങ്ങനെ എല്ലായിടത്തും പറയരുത്. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ഹീറോ ആണ്, നിങ്ങൾ താരമാണെന്നൊക്കെ അല്ലേ ഞാൻ പറയണത്. വിജയബാബു പറഞ്ഞാണ്, ഓരോ ആണും അല്ലെങ്കിൽ ഓരോ സ്ത്രീയും കേട്ടിരിക്കണം. ഞാൻ വിജയിച്ച കാര്യമാണ് പറയുന്നത്, എങ്കിൽ പോലും അത് കേൾക്കുമ്പോൾ ഇന്നും എൻ്റെ മനസ്സിലൊരു ട്രോമയാണ്. ഞാൻ കടന്നുപോയ കാര്യങ്ങളുടെ വേദനയാണ്. എന്താ പ്രശ്നം? വിജയബാബുവും A എന്ന് പറഞ്ഞൊരു അല്ലെങ്കിൽ B എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയും തമ്മിൽ ഇഷ്ടമായിരുന്നു. കുറച്ചു കാലം കഴിഞ്ഞ് ഒരു സിനിമയുടെ പേരിൽ അവർ ഉടക്കി. പെൺകുട്ടി ചെന്ന് വിജയബാബു എന്നെ റേപ്പ് ചെയ്തു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. എന്തൊരു കഷ്ടമാണ്. ഇതിനൊരു അവസാനം വേണ്ടേ? ഈ ട്രോമ പുരുഷന് മാത്രമല്ല, ഈ പെണ്ണിന്റെ ട്രോമ എന്താ? സിനിമയ്ക്ക് റോൾ കിട്ടില്ല എന്നുള്ള ട്രോമയാണോ? അല്ല ഈശ്വര, അല്ല രാഹുലെ, ഈ സവാദ് എന്ന് പറഞ്ഞ ഒരാളെ രാഹുൽ എങ്ങനെയാ മറന്നുപോയത്? സവാദ് എന്ന് പറഞ്ഞ ആളെ ഞാൻ അംഗീകരിക്കോ സപ്പോർട്ട് ചെയ്യുന്ന എവിടെങ്കിലും കണ്ടോ? നേരെ തിരിച്ച് സവാദിനെ ആദ്യഘട്ടത്തിൽ ആദ്യത്തെ കേസ് വന്ന സമയത്ത് മസ്താനി എന്ന് പറയുന്ന പെൺകുട്ടി രാഹുൽ പറഞ്ഞതിന് കേട്ടിട്ട് അത്രമാത്രം ട്രോമയിലാണെന്ന് എന്നോട് പേഴ്സണലി പറഞ്ഞു. മസ്താനി എന്നാൽ നമ്മുടെ ഇന്റർവ്യൂല് മസ്താനി വന്നിട്ടുണ്ട്. മസ്താനി അപ്പോഴും പറഞ്ഞത്, മസ്താനി എന്നാൽ വിളിച്ചു ചോദിക്കണം, സവാദിന്റെ കാര്യത്തിൽ
കാര്യത്തിൽ ഞാൻ ഒരു നിലപാടും എടുത്തിട്ടില്ല. അതിന്റെ കാരണം അവർ AKM കുറിച്ചാണ് പറയുന്നത്, രാഹുൽ ഈശ്വറിനെ കുറിച്ചല്ല. തീർന്നില്ല. മസ്താനിയെ സവാദിന്റെ 2ാമത് കേസ് വന്നപ്പോ മറ്റൊരു കേസ് ഞാൻ എന്നിട്ട് ആ പെൺകുട്ടിയെ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, ഞാൻ ആദ്യ ഘട്ടത്തിൽ നിങ്ങളെ പിന്തുണയ്ക്കാത്തതിൽ ഞാൻ നിങ്ങളോട് ക്ഷമ പറയുന്നു. ഉറപ്പുള്ള കാര്യങ്ങളെ ഞാൻ പറയുള്ളൂ. എനിക്ക് ബോബി ചെമ്മണ്ണൂർ ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യനാണ്. അങ്ങനെ ഒരുപാട് എഫേർട്ട് ഈ നാടിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. ഭയങ്കര ബ്രില്യൻ്റ് ഓൺട്രപ്രണറാണ്. പക്ഷേ ബോബി ചെമ്മണ്ണൂർ ഹണി റോസിനോട് ഒരു പ്രത്യേക പ്രയോഗത്തിന് മാപ്പ് പറയണമെന്ന് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. ചില ആൾക്കാർ ഓവറായിട്ട് ഈ അമിത പുരുഷ എന്തൂസിയാസ്റ്റുകൾ മറ്റേ ബോബി ചെമ്മണ്ണൂറിന് മറ്റേ സ്വീകരണമൊക്കെ അറേഞ്ച് ചെയ്തു. ഞാനപ്പം കൃത്യമായിട്ട് പറഞ്ഞു രാഹുൽ ഈശ്വർ പറഞ്ഞു കേട്ടിട്ട് എന്നെ എനിക്ക് ആത്മഹത്യ ചെയ്യേണ്ട ഒരു സാഹചര്യം. ഞാൻ ഹണി റോസിനോട് ചോദിച്ചാണ് ഹണി റോസിന്റെ ഒരു ചോദ്യം കൂടെ. എനിക്ക് ബോബി ചെമ്മണ്ണൂരിനെ ഏറ്റവും ഇഷ്ടത്തോടെയാണ് പറയുന്നത്. ബോബി ചെമ്മണ്ണൂറിന് മാല ഇടാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞു, സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടൊന്നും അല്ലോ ബോബി ചെമ്മണ്ണൂർ പോയത്, അത് ഇടേണ്ട ആവശ്യമില്ല. ഞാൻ ഓവറാക്കില്ല. ബോബി ചെമ്മണ്ണൂർ കേരള സമൂഹത്തിന് ഒരുപാട് ഗുണങ്ങൾ ചെയ്തുകൊണ്ട് അത് ഹൈലൈറ്റ് ചെയ്യുന്ന വ്യക്തിയാണ്. ഇനി ഹണി റോസിന്റെ കാര്യം, മുഖ്യമന്ത്രി പിന്തുണയ്ക്കുന്ന, മന്ത്രിസഭ പിന്തുണയ്ക്കുന്ന, പോലീസുകാർ പിന്തുണയ്ക്കുന്ന, 99% മാധ്യമങ്ങളും പിന്തുണയ്ക്കുന്ന ഹണി റോസിന് എന്താണ് ട്രോമ? രാഹുൽ ഈശ്വർ എന്ന് ഒരു വ്യക്തി അപ്പുറത്തു നിന്ന് പറഞ്ഞപ്പോൾ മുഖ്യമന്ത്രി, മന്ത്രിമാർ, പോലീസുകാർ, മീഡിയക്കാർ ഇവരെല്ലാം പിന്തുണയ്ക്കുന്ന ഹണി റോസിന് എന്ത് ട്രോമ വന്നു എന്നാ പറയണേ? ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയാണെന്നൊക്കെ. എന്നിട്ട് ഹണി റോസ് ആദ്യം എനിക്കെതിരെ പരാതി കൊടുത്തു, പോലീസ് എടുത്തില്ല. 2ാമത് നിയമോപദേശത്തിന് പോലീസ് കൊടുത്തു, കേസ് എടുത്തില്ല. 3ാമത് വന്നപ്പം അതേ പരാതി പോലീസ് കേസെടുത്തു. എന്താ പോലീസ് കേസെടുക്കുന്ന റീസൺ എന്നറിയാവോ? നമ്മൾ പോയി മെനക്കെടുന്നത് എന്തിനാ? അവൻ കോടതിയിൽ പോയി ജാമ്യം മേടിച്ചോട്ടെ. ഇപ്പൊ ഇന്ന് എനിക്കെതിരെ നമ്മൾ ഈ സംസാരിക്കുമ്പോൾ എനിക്കെതിരെ ജാമ്യമില്ലാത്ത പ്രകാരം കേസുണ്ട്. എന്തിനാ? റിനിയെ വിമർശിച്ചു. റിനിയെ വിമർശിക്കാൻ പാടില്ലേ? റിനിക്ക് പരാതി ഉണ്ടെങ്കിൽ എനിക്ക് തിരിച്ച് പരാതി കൊടുക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ പരാതി കൊടുത്തു, പക്ഷെ അത് എടുക്കില്ല. റിനി വിമർശനത്തിന് അതീതിയൊന്നും അല്ലല്ലോ, മഹാത്മാഗാന്ധി, മദർ തെരേസ ഒന്നും അല്ലല്ലോ. നമ്മൾ പറയണത് വളരെ സിമ്പിളാണ്. പെൺകുട്ടിക്ക് പ്രൈവസിയുടെ റൈറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ ലംഘിക്കാൻ പാടില്ല, ഒരു കാരണവശാലും ലംഘിക്കാൻ. അതേപോലെ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുന്നത് വരെ ആൺകുട്ടിയുടെ പേരും വെളിവിടരുത്. കോടതി കുറ്റക്കാരനെ കണ്ടെത്തി ചെയ്തോട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? എന്ത് ക്രിമിനൽ ആക്ടിവിറ്റി ചെയ്തിട്ടാണ്? രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ സഹോദരിയുടെ ഭർത്താവ്, ഇവരുടെ വീട്ടുകാർ, ഇവർക്ക് ആർക്കെങ്കിലും വെളിയിറങ്ങി നടക്കാനെങ്കിലും പറ്റി കാണൂ? എന്താ ചെയ്ത തെറ്റ്? ഒരു ഹണി ഭാസ്കർ ശ്രീലങ്കയിൽ ഒരു വൈറ്റ് ലവ് സിംബൽ അയച്ചു. അതാണ് വെളിയിൽ വിട്ട വലിയ കണ്ടു കാണും. ശ്രീലങ്കയിൽ നിൽക്കുമ്പം ശ്രീലങ്ക എന്ന് പറഞ്ഞ് വൈറ്റ് ഒരു ഹാർട്ട് സിംബൽ, അതാണ് ഒരു പഞ്ചായത്ത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോട് സംസാരിക്കുന്നത്? എന്നിട്ട് എന്നോട് തിരിച്ച് കോൺഗ്രസ്സുകാർ പറയുന്നത് എന്താ? കോൺഗ്രസ്സുകാരനെ വിളിച്ചു, ആ മുകേഷിനെയും തിരിച്ച് ആക്രമിക്കണോ? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം പറഞ്ഞ അവന്തിക 2 സർക്കാർ ഉദ്യോഗസ്ഥരുടെയും 50,000 രൂപ വെച്ച് വാങ്ങി അവരുടെ കേസ് സെറ്റിൽ ചെയ്തിട്ടുണ്ടെന്ന് ട്രാൻസ്ജെൻഡർ സെക്രട്ടറി, അസോസിയേറ്റ് സെക്രട്ടറി അന്ന പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അതായത് അവന്തിക എന്ന് പറയുന്ന ട്രാൻസ്ജെൻഡർ, അവന്തികയുടെ വിഷയത്തിൽ ആ പരാതി പൊളിഞ്ഞു എന്നുള്ളത് എല്ലാവർക്കും അല്ല. ഒരു സെന്റ് മാഡം, അല്ല ഒരു സെന്റ്. എന്തുകൊണ്ടാ പൊളിഞ്ഞത്? അവിടെ മറ്റൊരു അന്ന ഉണ്ടായിരുന്നു. അവന്തികയ്ക്ക് എന്തെങ്കിലും നഷ്ടമുണ്ടോ? തിരിച്ച് ഞാൻ ചോദിച്ചോട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കയ്യിൽ ആ ക്ലിപ്പില്ലായിരുന്നെങ്കിൽ നമ്മൾ വിശ്വസിക്കില്ലായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭാഗ്യത്തിന് അവന്തിക അങ്ങോട്ട് ക്ലിപ്പ് അയച്ചു കൊടുത്തില്ല എങ്കിൽ ട്രാൻസ്ജെൻഡർ അവൻ ആണും പെണ്ണും കുട്ടിയൊന്നൊന്നുമില്ല, ട്രാൻസ്ജെൻഡറിനെ വരെ അവൻ ചെയ്യുന്നു. ആൾക്കാരുടെ പേരും സാധനവും ഇല്ലാത്തതുകൊണ്ട് 18 മുതൽ 60 എന്ന് പറഞ്ഞ് വെറുതെ ബ്രോഡായിട്ട് പോലീസുകാർ ഇട്ടിരിക്കുന്നതാണ്. മാധ്യമങ്ങൾ എന്താ റിപ്പോർട്ട് ചെയ്യുന്നറിയാവോ? 18 മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകളെ രാഹുൽ വലവീശി പിടിച്ചു. രാഹുലിന്റെ അമ്മയ്ക്ക് എന്ത് തോന്നിക്കാണും? സഹോദരിക്ക് ഞാൻ ചോദിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു പരാതി പോലും അത്ര പാർട്ടിക്കുള്ളിൽ വന്നിട്ടില്ലേ? എനിക്കറിയില്ല മാഡം. അഥവാ പാർട്ടിക്കുള്ളിൽ വന്നിട്ടുണ്ട്, അല്ലല്ല എനിക്കറിയില്ല പറയാനുള്ള കാരണം അല്ല ഒരു സെന്റ്. അത് പാർട്ടിക്കുള്ളിൽ വന്നു എന്ന് പറഞ്ഞാൽ പാർട്ടിക്കാരെ പോലീസ് സ്റ്റേഷനിൽ കയറ്റണം. അത് അവരെന്തിനാ എത്രയും കാലം മറച്ചു വെച്ചത്? ഇന്ത്യൻ നോർത്ത് കൊറിയ ഒന്നും അല്ലല്ലോ. അതായത് ഞാൻ ഒരു BJP, കോൺഗ്രസ്, CPM കോൺടാക്സിൽ പറയാം. രാഹുൽ ഈശ്വർ ഒരാളെ റേപ്പ് ചെയ്തു. ഞാനൊരു A പാർട്ടിയുടെ അംഗമാണെന്നിരിക്കട്ടെ, B പാർട്ടിയുടെ അംഗമാണെന്നിരിക്കട്ടെ, C പാർട്ടിയുടെ അംഗമാണെന്നിരിക്കട്ടെ, പോലീസിനല്ലേ കേസ് കൊടുക്കേണ്ടത്? പാർട്ടിക്കാണോ കേസ് കൊടുക്കേണ്ടത്? ഈ നാട്ടിൽ അങ്ങനത്തെ നിയമങ്ങളൊന്നുമില്ല. ഇത് എന്താ ഈ നാട്ടുകാർ പറയണേ? രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതെങ്കിലും പെൺകുട്ടിയോട് ക്രിമിനലി മോശമായി പെരുമാറിയെങ്കിൽ VD സതീശനാണോ പരാതി കൊടുക്കുന്നത്? VD സതീശന് സ്വന്തമായിട്ട് അന്വേഷണ മെക്കാനിസം ഉണ്ടോ? പിണറായി വിജയന് സ്വന്തമായിട്ട് അന്വേഷണ മെക്കാനിസം ഉണ്ടോ? അത്രയും ഉറപ്പുണ്ടെങ്കിൽ എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ അവന്തികയുടെ വിഷയത്തിലൊഴികെ ബാക്കി ഒരു വിഷയത്തിലും പ്രതികരിക്കാത്തത്? 100% പ്രതികരിക്കണം. ഈ പോയിന്റ് എനിക്ക് എഗ്രി ചെയ്യുന്നതിനാ മതി. വേണമെങ്കിൽ എനിക്കൊരു ടെക്നിക്കൽ ഡിഫൻസ് ഉണ്ടാക്കാം. എനിക്ക് ഈസി, ഞാൻ ആ ടെക്നിക്കൽ ഡിഫൻസ് പറഞ്ഞിട്ട് ഇതിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമപരമായ നടപടി നേരിടും, ക്രൈംബ്രാഞ്ച് പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഈ ക്വസ്റ്റ്യൻ ഒഴിഞ്ഞു മാറാം. അത് ഞാൻ പറയില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ശക്തമായി അദ്ദേഹത്തിന്റെ നിലപാട് ഒന്ന് പറയണം. തനിക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ, ബന്ധത്തിന് വിള്ളൽ വീണിട്ടുണ്ടെങ്കിൽ. അദ്ദേഹം 2 കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞു. ഒരു ക്രിമിനൽ ആക്ടിവിറ്റി ഞാൻ ചെയ്തിട്ടില്ല, ഇന്ത്യൻ നിയമം അനുശാസിക്കാത്ത ഒരു കാര്യവും ചെയ്തിട്ടില്ല. അതുപോരാ, കുറച്ചുകൂടെ ശക്തമായിട്ട് വന്ന് പറയണം. ഈ നാട് രാഹുൽ മാങ്കൂട്ടത്തിനെ തിരിച്ചു ഉൾക്കൊള്ളും. 26 വർഷത്തിന് ശേഷം നീലൻ സാറിനെ വിട്ടത്.
26 years 1999 ആ പ്രത്യേക സംഭവം ഉണ്ടായത്. എനിക്ക് നീലൻ സാറിന്റെ അഭിപ്രായത്തോട് കടകവിരുദ്ധമാണ്. നീലൻ സാർ അറിയാമല്ലോ, ദളിത് മറ്റേ പിന്നോക്ക ആ പരിപ്രേക്ഷ്യമുള്ള ആളാണ്. ഞാൻ നേരെ തിരിച്ച് സവർണ ഹിന്ദു രാഷ്ട്രീയത്തിന്റെ വക്താവാണ്. വേടൻ, ഞാൻ ശക്തമായി വേടനെ സപ്പോർട്ട് ചെയ്തു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി സപ്പോർട്ട് ചെയ്തു. 2021 22 വേടനും ഒരു യുവ ഡോക്ടറോ മറ്റൊരു വ്യക്തിയും തമ്മിൽ ബന്ധമുണ്ടായി. ഇവർ കുറച്ചു കാലം കഴിഞ്ഞ് ഫൈറ്റായി, ദേ ബ്രോക്കപ്പ്. അതിനുശേഷം 2025 വന്ന് എന്നെ റേപ്പ് ചെയ്യുമെന്ന് പറഞ്ഞാൽ പിന്നെ ഇതിന് അവസാനമുണ്ടോ? അറിയാലോ, ഞാൻ CPM വിരുദ്ധനാണ്. എന്നും CPM-കാരും അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടന എൻ്റെ കാറ് വരെ തല്ലി തീർത്തിട്ടുണ്ട്. ഞാൻ ഈ പശു സംരക്ഷണം വേണമെന്ന് പറഞ്ഞേനെ കായംകുളം MSM കോളേജിൽ വെച്ച്. പക്ഷേ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ശ്രീ P ശശി, അദ്ദേഹത്തിനെതിരെയുള്ള പരാതി പോലീസ് അന്വേഷിച്ചു, കോടതി തെളിയ പരാതിയാണ്. പക്ഷേ എപ്പോഴും പറയാൻ വേണ്ടി നമുക്കത് വെക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒന്നല്ലോ, അപ്പുറത്ത് മുകേഷ് ഉണ്ടെന്ന്. ആ മുകേഷിന്റെ മനസ്സ് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? അതായത് ഞാൻ എന്നും എൻ്റെ കൂട്ടത്തിലുള്ളവർക്കൊരു ബാധ്യതയാണ്. ഞാൻ കാരണം അവർക്ക് മുകേഷിന്റെ എന്ത് ചെയ്തു എന്നാ പറയണേ. ശ്രീ മുകേഷിനെതിരെ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിനെ ശക്തമായി പരാതി FIR ഒന്നും വന്നിട്ടില്ലെന്നാണോ രാഹുൽ? മുകേഷിനെതിരെ ഈ പറയുന്ന സ്ത്രീയല്ലേ കൊടുത്തത്. ആ സ്ത്രീ 10 പേർക്കെതിരെ വരെ കൊടുത്തില്ലേ? അത് എല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ? ഒന്നൊഴിയാതെ എല്ലാം കള്ളമാണെന്ന് തെളിഞ്ഞില്ലേ? മാഡം, ആൾക്കാരെ കൊടുക്കാൻ വേണ്ടി ആർക്കും എന്തും പറയാം. നാളെ നമുക്കെതിരെ ഇത് വരും.